ജോബ് സെല്ലിൻ്റെ ഏറ്റവും പുതിയ തൊഴിലവസര വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കുള്ളതെല്ലാം ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലവസര വാർത്തകളാണ്. സെൻട്രൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്കുള്ള വാർത്തകളാണ് ഇന്ന് നമ്മുടെ ഉള്ളത്. ആദ്യമായി HAL, അതായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിലെ വേക്കൻസികളാണ്. 150 വേക്കൻസികളാണ് അവിടെയുള്ളത്. ടെക്നീഷ്യൻസിൻ്റെ വേക്കൻസിയാണ് HAL ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ താഴെ പറയുന്നത് പോലെയാണ്. ഓർഗനൈസേഷൻ്റെ പേര് നേരത്തെ പറഞ്ഞ പോലെ HAL ആണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 150. ജോലി സ്ഥലം ഹൈദരാബാദാണ്. പോസ്റ്റ് ടെക്നീഷ്യൻ എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ പേര് www.hal-india.co.in. ഈ ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി ജനുവരി 19, 2022 7/1/2022 ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ 150 വേക്കൻസികളിൽ ടെക്നീഷ്യൻ അപ്രൻറ്റീസ് ട്രെയിനി എന്നുള്ള വേക്കൻസി 80, ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ട്രെയിനി എന്നുള്ളത് 70 പോസ്റ്റുമാണ് ഉള്ളത്. കാൻഡിഡേറ്റ്സ് എല്ലാവരും BEO, BTechോ ഡിപ്ലോമയോ അതല്ലെങ്കിൽ ഇക്വലൻ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഒരു റെക്കഗ്നൈസ്ഡ് ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ ബോർഡിൽ നിന്ന് പാസ്സായവരായിരിക്കണം. ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 2019, 2020, 2021 വർഷങ്ങളിൽ പാസ് ഔട്ടായ ആൾക്കാർ വേണം അപ്ലൈ ചെയ്യുവാൻ എന്നുള്ളതാണ്. സാലറി പാക്കേജ് പറഞ്ഞിരിക്കുന്നത് 8,000 രൂപ മുതൽ 9,000 രൂപ വരെയാണ്. സെലക്ഷൻ മോഡ് എന്ന് പറയുന്നത് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാവും. മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് ഏറ്റവും മുകളിലുള്ള റാങ്കുകാരെ ഇൻ്റർവ്യൂവിന് വിളിച്ചാണ് സെലക്ഷൻ നടത്തുക. അപ്ലൈ ചെയ്യാനായി www.hal-india.co.in എന്ന വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. 19/1/2022 മുമ്പായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇനിയുള്ളത് BSNL ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്, നമ്മുടെ ഇന്ത്യയിലെ ടെലികോം ദാതാക്കളായ BSNLൻ്റെ വേക്കൻസികളാണ് ഇനിയുള്ളത്. അപ്രൻറ്റീസിൻ്റെ വേക്കൻസികളാണുള്ളത്. ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റുമൊക്കെ ഇനി പറയുന്ന പ്രകാരമാണ്. ഓർഗനൈസേഷൻ BSNL. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. ടോട്ടൽ വേക്കൻസി 10 എണ്ണമാണ് ഉള്ളത്. തസ്തിക എന്ന് പറയുന്നത് ഡിപ്ലോമ അപ്രൻറ്റീസ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് www.vsnl.co.in എന്നതാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയോ ഇമെയിൽ വഴിയും ഉള്ളതാണ്. ഈ നോട്ടിഫിക്കേഷൻ 5 ജനുവരി 2022 പബ്ലിഷ് ചെയ്തതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ജനുവരി 2022. എല്ലാ വേക്കൻസിയും ഡിപ്ലോമ അപ്രൻറ്റീസിൻ്റേത് തന്നെയാണ്. ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമയോ അല്ലെങ്കിൽ ഇക്വലൻ്റോ ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന് പാസ്സായിരിക്കണം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 25 വയസ്സാണ്. സാലറി പാക്കേജ് 8,000 ഇന്ത്യൻ രൂപയും. സെലക്ഷൻ മെത്തേഡ് മെറിറ്റ് ലിസ്റ്റും അതിനോടനുബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ശേഷമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ അപ്ലൈ ചെയ്യുക. ഇമെയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ adt.admn2@gmail.com എന്ന ഇമെയിലിലേക്ക് നിങ്ങളുടെ CV അയക്കാവുന്നതുമാണ്. എങ്ങനെയായാലും 20/1/2022 മുമ്പായി ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതാണ്. ഇനിയുള്ളത് താരതമ്യേന വലിയ ഒരു വേക്കൻസിയാണ്. അതായത് എണ്ണത്തിൻ്റെ കാര്യത്തിൽ 2430 അംഗങ്ങളെ ആവശ്യമുള്ള ഒരു വേക്കൻസിയാണ്. UPPRPB എന്ന
ചെറുനാമത്തിൽ അറിയപ്പെടുന്ന ഉത്തർപ്രദേശ് പോലീസ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ ബോർഡ് എന്ന സ്ഥാപനത്തിലേക്കാണ് 2430 വേക്കൻസികളുള്ളത്. ഈ വേക്കൻസികളൊക്കെയും അസിസ്റ്റൻ്റ് ഓപ്പറേറ്റർ, പ്രിൻസിപ്പൽ ഓപ്പറേറ്റർ, വർക്ക്ഷോപ്പ് വർക്കർ എന്നിങ്ങനെയുള്ള തസ്തികകളിലാണ്. നേരത്തെ പറഞ്ഞ പോലെ UPP RPB എന്നതാണ് സ്ഥാപനത്തിൻ്റെ പേര്. ഗവൺമെൻറ് ജോബാണ്. 2430 വേക്കൻസികളുണ്ട്. ഉത്തർപ്രദേശിൽ എവിടെ വേണമെങ്കിലാകാം നിയമനം. വർക്ക്ഷോപ്പ് വർക്കറും പ്രിൻസിപ്പൽ ഓപ്പറേറ്റർ, അസിസ്റ്റൻ്റ് ഓപ്പറേറ്റർ എന്നിങ്ങനെയാണ് തസ്തികകളുടെ പേര്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.uppbpb.gov.in എന്ന വെബ്സൈറ്റാണ്. അവസാന തീയതി അപേക്ഷിക്കേണ്ടത് 28/2/2022 ഈ വേക്കൻസി ഓൺലൈനായി അവൈലബിൾ ആകുന്നത് 20 ജനുവരി 2022 മാത്രമേ ഉള്ളൂ. റേഡിയോ കേഡർ അസിസ്റ്റൻ്റ് ഓപ്പറേറ്റർ, പ്രിൻസിപ്പൽ ഓപ്പറേറ്റർ അതല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഓപ്പറേറ്റർ മെക്കാനിക്കൽ, വർക്ക്ഷോപ്പ് വർക്കർ എന്നിങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പേരുവിവരങ്ങൾ. ക്വാളിഫിക്കേഷൻ വേണ്ടത് റേഡിയോ കേഡർ അസിസ്റ്റൻ്റ് ഓപ്പറേറ്റർക്ക് 12th പാസ്സാണ് വേണ്ടത്. അതൊരു അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ബോർഡിൽ നിന്നോ ആയിരിക്കണം. ഹെഡ് ഓപ്പറേറ്റർ അതല്ലെങ്കിൽ ഹെഡ് ഓപ്പറേറ്റർ മെക്കാനിക്കൽ എന്ന തസ്തികയ്ക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിപ്ലോമയാണ്. പ്രസ്തുത ഫീൽഡിൽ ഡിപ്ലോമ ഉള്ള ഒരാളെയാണ് ഈ വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ ക്ഷണിക്കുന്നത്. വർക്ക്ഷോപ്പ് വർക്കർ എന്ന തസ്തികയിലേക്ക് 10 പാസ്സായ ആളായിരിക്കണം. ITIയിൽ പ്രസ്തുത മേഖലയിൽ പഠിച്ച, അതായത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പഠിച്ച ആളായിരിക്കണം. ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സും ഏറ്റവും കൂടിയ പ്രായം 28 വയസ്സും ആയിരിക്കണം. സാലറി പാക്കേജ് പറയുന്നത് അസിസ്റ്റൻ്റ് റേഡിയോഗ്രാഫർക്ക് 25,500 രൂപ മുതൽ മാക്സിമമായ 81,100 രൂപ വരെയാണ്. റേഡിയോഗ്രാഫർക്ക് പറയുന്നത്, അതായത് പ്രിൻസിപ്പൽ റേഡിയോഗ്രാഫർക്ക് പറയുന്ന ശമ്പളം 35,400 മുതൽ 1,12,400 രൂപ വരെയാണ്. വർക്ക്ഷോപ്പ് വർക്കർക്ക് പറയുന്ന ശമ്പളം 21,700 രൂപ മുതൽ മാക്സിമം 69,100 രൂപ വരെയാണ്. ഇതിനുള്ള ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറിക്കും 400 രൂപയാണ്. എല്ലാ വേക്കൻസികളും 28 ഫെബ്രുവരി 2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഇനി നമുക്കുള്ള വേക്കൻസി III TDM എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ് ആണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ട വേക്കൻസികൾ വേരിയസ് എന്നാണ്, അതായത് അനേകം വേക്കൻസികളുണ്ട്. ഇതും ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. ചെന്നൈയിലാണ് ജോലിസ്ഥലം. ജൂനിയർ റിസർച്ച് ഫെലോ എന്നാണ് തസ്തികകളുടെ പേര്. ഓൺലൈനായിട്ടാണ് ജോലിക്ക് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് www.iittdm.ac.in എന്നുള്ളതാണ്. 5 ജനുവരിക്ക് ഈ പരസ്യം വെളിയിൽ വന്നിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 31 ജനുവരി 2022 ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് BEO, BTech, MEO, MTech അതല്ല എങ്കിൽ തത്തുല്യമായ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ആണ്. അതൊരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ബോർഡിൽ നിന്നോ ആയിരിക്കണമെന്നും പറയുന്നുണ്ട്. ഏജ് ലിമിറ്റിൽ മാക്സിമം പറഞ്ഞിരിക്കുന്നത് 32 വയസ്സാണ്. ശമ്പള സ്കെയില് 31,000 രൂപയിൽ നിന്നാണ് തുടങ്ങുന്നത്. സെലക്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാരെ ഇൻ്റർവ്യൂ വിളിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തതായി നമുക്കുള്ളത് വെസ്റ്റ് ബംഗാൾ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വേക്കൻസികളാണ്.
അസിസ്റ്റൻ്റ് പ്രൊഫസർ എന്ന തസ്തികയിലേക്കാണ് ആപ്ലിക്കേഷൻസ് വിളിച്ചിട്ടുള്ളത്. അതിന് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും മറ്റുള്ള ഡീറ്റെയിൽസും ഫീ മുതലായവ ഇനി പറയുന്ന പ്രകാരമാണ്. ഓർഗനൈസേഷൻ വെസ്റ്റ് ബംഗാൾ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഗവൺമെൻറ് ജോബാണ്. ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 7 എണ്ണമാണ്. ലൊക്കേഷൻ വെസ്റ്റ് ബംഗാളിൽ എവിടെ വേണമെങ്കിലാകാം. പോസ്റ്റ് അസിസ്റ്റൻ്റ് പ്രൊഫസർ എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് wbpsc.gov.in എന്നുള്ളതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 19 ജാനുവരി 2022 ഇത് കഴിഞ്ഞ വർഷം ഡിസംബർ 30 മുതൽ ആപ്ലിക്കേഷൻ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. വേക്കൻസികളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം ഇനി പറയുന്ന പ്രകാരമാണ്. ഇക്കണോമിക്സ് മെത്തഡോളജിയിൽ 1 വേക്കൻസി, ഹിന്ദി മെത്തഡോളജിയിൽ 1 വേക്കൻസി, സൈക്കോളജി മെത്തഡോളജിയിൽ 2 വേക്കൻസികൾ, സുവോളജി മെത്തഡോളജിയിൽ 1 വേക്കൻസി, ഉറുദു മെത്തഡോളജിയിൽ 2 വേക്കൻസികൾ എന്നിങ്ങനെയാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മെത്തഡോളജി അല്ലെങ്കിൽ അതിന് തുല്യമായ ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നുള്ള ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിരിക്കുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 വയസ്സാണ്. സാലറി പാക്കേജ് പറഞ്ഞത് ഇന്ത്യൻ രൂപ 15,600 മുതൽ 39,100 രൂപ വരെയാണ്. സെലക്ട് ചെയ്യുന്നത് റിട്ടൺ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറലും അതർ ബാക്ക്വേർഡ് കാസ്റ്റിനും 210 ഇന്ത്യൻ രൂപയും, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് എന്നിവർക്ക് അപേക്ഷാ ഫീസ് 0 നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനാണ് അപ്ലൈ ചെയ്യേണ്ടത്. 19/1/2022 മുമ്പായി ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതാണ്. അടുത്ത വേക്കൻസി നമുക്കുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഗസ്റ്റ് ഫാക്കൽറ്റി എന്ന പോസ്റ്റാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. PGDAV കോളേജിലാണ് ഈ പറയുന്ന വേക്കൻസികളുള്ളത്. അതിൻ്റെ വിശദവിവരങ്ങൾ ഇനി പറയും പ്രകാരമാണ്. ജോലി ഒഴിവുള്ളത് PGDAV കോളേജിലാണ്. ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഡൽഹി ഗവൺമെൻറ്റിൻ്റെ ജോലികളാണ്. വേക്കൻസി നിരവധിയുണ്ട്. ന്യൂഡൽഹിയിലാണ് തസ്തിക ഒഴിവായിട്ടുള്ളത്. പോസ്റ്റിൻ്റെ പേര് ഗസ്റ്റ് ഫാക്കൽറ്റി ഇംഗ്ലീഷ് എന്നുള്ളതാണ്. വോക്ക്-ഇൻ ഇൻ്റർവ്യൂ ആണ്. വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. www.du.ac.in എന്ന വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. 5 ജാനുവരി 2022 ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വോക്ക്-ഇൻ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് 18/1/2022 മാസ്റ്റർ ഡിഗ്രിയോ തത്തുല്യമായ യോഗ്യതയോ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ആവശ്യമുണ്ട്. ഒരു ഏജ് ലിമിറ്റ് ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. സാലറി നേരത്തെ പറഞ്ഞ പ്രകാരമാണ്. അപ്ലൈ ചെയ്യേണ്ടവർ ന്യൂഡൽഹിയിലെ നെഹ്റു നഗറിലുള്ള PGDAV കോളേജിലാണ് എത്തേണ്ടത്. ഇനിയുള്ള വേക്കൻസി ഉള്ളത് ഇന്ത്യയിലെ യൂണിസെഫിൻ്റെ ഓഫീസിലാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏരിയയിലാണ് വേക്കൻസികളുള്ളത്. അതിൻ്റെ വിശദവിവരങ്ങൾ ഇനി പറയും പ്രകാരമാണ്. ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് അഥവാ യൂണിസെഫ്. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേതാണ്. ടോട്ടൽ വേക്കൻസി നിരവധി ഉണ്ടെന്ന് പറയുന്നു. ലൊക്കേഷൻ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലാകാം. ഏരിയ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിരിക്കുന്നത് www.unicef.org എന്നുള്ളതാണ്. 3/1/2022 ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ആയിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 17 ജാനുവരി 2022 അപ്ലൈ ചെയ്യേണ്ടവർ ബാച്ചിലേഴ്സ് ഡിഗ്രിയോ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഉള്ളവരായിരിക്കണം. അതും ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോർഡിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ. സാലറി ബെസ്റ്റ് ഇൻ ഇൻഡസ്ട്രി എന്നുള്ളതാണ് പറയുന്നത്. സെലക്ഷൻ മോഡ് എന്ന് പറയുന്നത്
ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ടെക്നിക്കൽ ഇൻ്റർവ്യൂവിന് വിളിക്കും. അതിനുശേഷം ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്കാണ് ജോലി ലഭിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ടവർ 17/1/2022 മുമ്പായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇനി നമുക്കുള്ള വേക്കൻസി CRID എന്ന സ്ഥാപനത്തിലേക്കുള്ളതാണ്. അതായത് സിറ്റിസൺ റിസോഴ്സ് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ഹരിയാന ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. വേക്കൻസികൾ 9 ആകെയുള്ളത്. ഹരിയാനയാണ് ലൊക്കേഷൻ, അതായത് ആ സംസ്ഥാനത്ത് എവിടെ വേണമെങ്കിലാകാം. തസ്തികയുടെ പേര് അക്കൗണ്ടൻറ്റ് എന്നുള്ളതാണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് www.cshariana.gov.in എന്ന വെബ്സൈറ്റ് ID ആണ്. 5/1/2022 മുതൽ ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ആയിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 17 ജാനുവരി 2022 ആണ്. 9 വേക്കൻസികളാണ് അക്കൗണ്ടൻറ്റിൻ്റെ തസ്തികയിലേക്ക് ഉള്ളത്. കൊമേഴ്സിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ബാച്ചിലേഴ്സ് ഡിഗ്രിയോ ഉള്ള ആൾക്കാരാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ബോർഡിൽ നിന്നോ ആയിരിക്കണം. ഏജ് ലിമിറ്റ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. നല്ല സാലറി ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. സെലക്ട് ചെയ്യുന്നത് അസസ്മെൻറ്റിൻ്റെയും പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ്. 17/1/2022 5 മണിക്ക് മുമ്പായി ആപ്ലിക്കേഷൻ സമർപ്പിച്ചിരിക്കണം എന്നും പറയുന്നുണ്ട്. അടുത്ത വേക്കൻസി നമുക്കുള്ളത് IIT ഗുവാഹട്ടിയിലേക്കുള്ളതാണ്. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗുവാഹട്ടി ആണ് വേക്കൻസികൾ പറഞ്ഞിരിക്കുന്നത്. റിസർച്ച് അസോസിയേറ്റ് എന്നുള്ള തസ്തികകളാണ് ഒഴിവുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും സെലക്ഷൻ മോഡുമൊക്കെ ഇനി പറയും പ്രകാരമാണ്. ഓർഗനൈസേഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗുവാഹട്ടി. ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ജോബ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. വേക്കൻസികൾ വേരിയസ്, അതായത് അനവധി എന്നാണ്. ലൊക്കേഷൻ ഗുവാഹട്ടിയിലാണ്. പോസ്റ്റ് നെയിം റിസർച്ച് അസോസിയേറ്റും. അപ്ലൈ ചെയ്യേണ്ടത് ഇമെയിൽ വഴിയുമാണ്. എങ്കിലും വെബ്സൈറ്റ് ID കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയ നിവാരണത്തിന് www.iitg.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. 5/1/2022 മുതൽ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 17 ജാനുവരി 2022 ആണ്. ഈ പറയുന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായി PhD ഡിഗ്രി ആവശ്യമുണ്ട്. ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ. ഏജ് ലിമിറ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിലും സാലറി 47,000 ഇന്ത്യൻ രൂപ എന്ന് പറയുന്നുണ്ട്. സെലക്ഷൻ നടക്കുന്ന മോഡ് എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂ ചെയ്താണ് വേക്കൻസികൾ ഫുൾഫിൽ ചെയ്യുന്നത്. ഇമെയിൽ ID വഴിയാണ് CV അയക്കേണ്ടതെന്ന് നേരത്തെ പറഞ്ഞു. എല്ലാ ഡോക്യുമെൻറ്റുകളുടെയും CVയുടെയും കോപ്പി tamalbIITG@gmail.com എന്ന ഇമെയിൽ IDയിലേക്കാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. 15/1/2022 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി എല്ലാ ആപ്ലിക്കേഷനും അവിടെ ലഭിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത വേക്കൻസി ഉള്ളത് HPCLലേക്കാണ്. അതായത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതും ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ്. ടോട്ടൽ വേക്കൻസി ഉള്ളത് 100 എണ്ണമാണ്. തസ്തിക ഒഴിവുള്ളത് ഓൾ ഓവർ ഇന്ത്യയിലാണ്. പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് അപ്രൻറ്റീസസ് എന്നുള്ളതും. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായുമാണ്. അതിനായി അവരുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതുണ്ട്. വെബ്സൈറ്റ് അഡ്രസ് hindusthanpetroleum.com എന്നുള്ളതാണ്. ഇത് 7/1/2022 റിലീസായ നോട്ടിഫിക്കേഷനാണ്.
അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 14/1/2022 ഇതിൻ്റെ ക്വാളിഫിക്കേഷനെക്കുറിച്ച് പറയുന്നത് ഡിഗ്രി പാസ്സായിരിക്കണം. അതായത് എൻജിനീയറിംഗിൽ ഡിഗ്രിയോ തത്തുല്യമായ യോഗ്യതയോ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. 18 വയസ്സ് മിനിമം ഉണ്ടായിരിക്കണം. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 25 വയസ്സൊന്നും നിജപ്പെടുത്തിയിട്ടുണ്ട്. സാലറി പാക്കേജ് പറയുന്നത് ഇന്ത്യൻ രൂപ 25,000 പ്രതിമാസം. സെലക്ഷൻ മോഡ് എന്ന് പറയുന്നത് ഡിഗ്രിയുടെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. hindustan.petroleum.com എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സംശയ നിവാരണത്തിനായി നോക്കാവുന്നതാണ്. ഓർക്കുക, 14 ജാനുവരി 2022 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അടുത്ത വേക്കൻസി നമുക്കുള്ളത് SBI ജനറൽ ഇൻഷുറൻസിൻ്റേതാണ്. 50 വേക്കൻസികളാണുള്ളത്. ഇൻഷുറൻസ് ഏജൻറ്റ് എന്നതാണ് തസ്തിക. തമിഴ്നാട്ടിലാണ് വേക്കൻസികൾ ഒഴിവുള്ളത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.sbigeneral.in എന്നുള്ളതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്ഥാപനമാണ്. ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത് 12th പാസ്ഡ് ആയിരിക്കണം. അതല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലകളിൽ നിന്നോ ബോർഡിൽ നിന്നോ ഉള്ളത്. സാലറി പാക്കേജ് എന്നുള്ളതിന് ഇന്ത്യൻ രൂപ 7,000 മുതൽ 20,000 രൂപ വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടത്തുന്നത്. അവസാന തീയതി എന്നുള്ളത് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത വേക്കൻസി നമുക്കുള്ളത് ESIC എന്ന സ്ഥാപനത്തിൽ നിന്നാണ്. അതായത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. 93 വേക്കൻസിയാണ് ഇവിടേക്കുള്ളത്. തസ്തികകൾ ഒഴിവുള്ളത് ഹരിയാനയിലെ ഫരീദാബാദ് എന്ന നഗരത്തിലാണ്. ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണിത്. പോസ്റ്റിൻ്റെ പേര് സീനിയർ റെസിഡൻറ്റ് ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസർ എന്നുള്ളതാണ്. വോക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ്. അതിൻ്റെ തീയതി എന്ന് പറയുന്നത് 12 ജാനുവരി 2022. ഇതിന് വേണ്ട യോഗ്യത ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ ഡിപ്ലോമയോ അതല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഏതെങ്കിലും കോഴ്സാണ് ചെയ്തിരിക്കേണ്ടത്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടിയത് 45 വയസ്സാണ്. ശമ്പളം ഇന്ത്യൻ രൂപ 67,700 മുതൽ 1,01,000 രൂപ വരെയാണ്. സെലക്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി 12, 2022. ഈ തസ്തിക ഉള്ളത് ESIC മെഡിക്കൽ കോളേജ് NH3 NIT ഫരീദാബാദ് 121,001 എന്ന പിൻകോഡുള്ള സ്ഥലത്താണ്. അടുത്ത വേക്കൻസി നമുക്കുള്ളത് പ്രസാർ ഭാരതിയിലേക്കാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പ്രസാർ ഭാരതിയിലെ DD കിസാൻ വിഭാഗത്തിലേക്കാണ് വേക്കൻസി ഒഴിവുള്ളത്. നിരവധി വേക്കൻസിയാണ് ഒഴിവുള്ളത് എന്ന് പറയുന്നത്. ലൊക്കേഷൻ ഒഴിവുള്ള വേക്കൻസികൾ കൊൽക്കത്തയിലാണ്. പോസ്റ്റ് നെയിം സീനിയർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് www.prasarbharati.gov.in എന്നാണ്. ഈ തൊഴിലവസരം ജനുവരി 5 മുതൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 20 ജാനുവരി 2022. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസ്, അതായത് ഏജ് ലിമിറ്റ്, ഫീസ് മുതലായവ ഇനി പറയുന്ന പ്രകാരമാണ്. ഏജ് ലിമിറ്റ് 50 വയസ്സാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ കൂടിയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. സാലറി പറഞ്ഞിരിക്കുന്നത് 50,000 രൂപ മുതൽ 55,000 രൂപ വരെയാണ് പ്രതിമാസ ശമ്പളം. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രി എന്നാണ്. അതൊരു
റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നുള്ളതായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. സെലക്ഷൻ മോഡ് എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇൻ്റർവ്യൂ നടത്തിയാണ് സെലക്ട് ചെയ്യുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ജാനുവരിയാണ്. ഇനി നമുക്കുള്ള വേക്കൻസി തമിഴ്നാട്ടിലെ അണ്ണ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് 2 എന്നതാണ് തസ്തിക. തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ്. വേക്കൻസികളുടെ എണ്ണം നിരവധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെന്നൈയിലാണ് വേക്കൻസികളൊക്കെ ഉള്ളത്. പോസ്റ്റിൻ്റെ പേര് പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് 2. അപ്ലൈ ചെയ്യേണ്ടത് നേരിട്ടാണ് എങ്കിലും വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. www.annuniv.edu എന്നതാണ് വെബ്സൈറ്റ് ID. ഏതെങ്കിലും സംശയ നിവാരണത്തിന് ഈ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ പരസ്യം 3 ജാനുവരി 2022 മുതൽ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 17 ജാനുവരി 2022 ആണ്. ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇനി പറയും പ്രകാരമാണ്. ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് MSc അനലിറ്റിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ MSc കെമിസ്ട്രി, അതല്ലെങ്കിൽ ബയോടെക്നോളജി ഓർ ഇക്വലൻ്റ്, ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഈ പറഞ്ഞ ഏതെങ്കിലും ബിരുദമോ ബിരുദാനന്തര ബിരുദമാണ് വേണ്ടത്. സാലറി പാക്കേജ് ദിവസേന 748 രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെലക്ട് ചെയ്യുന്ന മോഡ് റിട്ടൺ ടെസ്റ്റ് നടത്തി അതിൽ നിന്ന് ഇൻ്റർവ്യൂ നടത്തി അതിൽ നിന്നാണ് ആൾക്കാരെ തിരഞ്ഞെടുക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ടത് നേരിട്ടാണ് എന്ന് പറഞ്ഞിരുന്നു. അത് ചീഫ് കോർഡിനേറ്റർ E-യുവ സെൻറ്റർ SPIC ബയോപ്രോസസ് ലബോറട്ടറി ഓപ്പോസിറ്റ് ടു CSIR കോംപ്ലക്സ്, CSIR റോഡ്, അണ്ണ യൂണിവേഴ്സിറ്റി, താരാമണി ക്യാമ്പസ്, ചെന്നൈ 600113 എന്ന അഡ്രസ്സിലേക്കാണ്. 17/1/2022 5 മണിക്ക് മുമ്പായി അപേക്ഷ ലഭിച്ചിരിക്കണം എന്നും പ്രത്യേകം പറയുന്നുണ്ട്. ഇനിയുള്ള വേക്കൻസി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നുള്ളതാണ്. AIIMS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നതാണ് ഈ സ്ഥാപനം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണിത്. 84 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം ജോധ്പൂർ എന്ന സ്ഥലത്തുള്ളതാണ്. പോസ്റ്റിൻ്റെ പേര് ഫാക്കൽറ്റി എന്നുള്ളതാണ്. ഓഫ്ലൈനായിട്ട്, അതായത് നേരിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്കിലും വെബ്സൈറ്റ് ID കൊടുത്തിട്ടുണ്ട്. www.aims.jodhpur.edu.in എന്നതാണ് വെബ്സൈറ്റ് ID. ജനുവരി 1, 2022 മുതൽ ഈ പരസ്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 31 ജാനുവരി 2022 ആപ്ലിക്കേഷൻ സമർപ്പിച്ചിരിക്കേണ്ടതാണ്. അതായത് അവസാന തീയതി ജനുവരി 31, 2022 4 കാറ്റഗറിയിലുള്ള വേക്കൻസികളാണുള്ളത്. പ്രൊഫസർ, അഡീഷണൽ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നിങ്ങനെയാണ് വേക്കൻസികളുള്ളത്. ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ MD, MS, മാസ്റ്റർ ഡിഗ്രി, ഡോക്ടറേറ്റ് ഡിഗ്രി ഓർ ഇക്വലൻ്റ്, ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഉയർന്ന പ്രായപരിധി എന്ന് പറഞ്ഞിരിക്കുന്നത് 58 വയസ്സാണ്. സാലറി പാക്കേജ് പറഞ്ഞിട്ടുണ്ട് 1,01,500 മുതൽ 1,68,900 രൂപ വരെയാണ്. സെലക്ട് ചെയ്യുന്ന രീതി എന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂവിന് വിളിച്ചാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി നേരത്തെ പറഞ്ഞതുപോലെ 31/1/2022. ഇനിയുള്ള വേക്കൻസി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. വേരിയസ് അസിസ്റ്റൻറ്റ് പോസ്റ്റ്, അതായത് അനവധി പോസ്റ്റുകൾ വേക്കൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതും ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. ചെന്നൈയിലാണ് വേക്കൻസികളുള്ളത്. 4 വേക്കൻസികളാണ് ഉള്ളത്.
തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് എന്നുള്ളതാണ്. നേരിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. വെബ്സൈറ്റ് ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. www.incometaxindia.gov.in എന്നതാണ്. ഇൻസ്പെക്ടർ, അസിസ്റ്റൻ്റ്, സ്റ്റെനോഗ്രാഫർ എന്നിങ്ങനെയാണ് വേക്കൻസികളുടെ പേര്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായി ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടിയ പ്രായം 56 എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട്. ശമ്പള സ്കെയില് 9300 രൂപ മുതൽ 34,800 രൂപ വരെയാണ്. സെലക്ട് ചെയ്യുന്ന രീതി റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞ് ഇൻ്റർവ്യൂ നടത്തിയാണ്. നേരത്തെ പറഞ്ഞ പോലെ 3/1/2022 ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തിയെങ്കിലും അവസാന തീയതി ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തുകൊള്ളുക. അടുത്ത വേക്കൻസി നമുക്കുള്ളത് ICAIയിൽ നിന്നാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ നിന്നാണ്. UDSഉം LDCയും അതായത് ലോവർ ഡിവിഷൻ ക്ലർക്കും അപ്പർ ഡിവിഷൻ ക്ലർക്കുമാണ് ഇപ്പോൾ വേക്കൻസികളുള്ളത്. 10 വേക്കൻസികളാണ് ടോട്ടലായിട്ട് ഉള്ളത്. ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ്. ന്യൂഡൽഹിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. വേക്കൻസികൾ ഉള്ളതും അവിടെയാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓഫ്ലൈനായിട്ടാണ്, അതല്ലെങ്കിൽ ഇമെയിൽ വഴിയാണ്. എങ്കിലും വെബ്സൈറ്റ് ID കൊടുത്തിട്ടുണ്ട്. www.icai.org എന്നതാണ് വെബ്സൈറ്റ് ID. ഈ പരസ്യം 4 ജനുവരി 2022 മുതൽ പബ്ലിക് ആക്കിയിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 19 ജനുവരി 2022 ആണ്. പറഞ്ഞ വേക്കൻസികൾ രണ്ടായി ഭാഗിച്ചിട്ടുണ്ട്. ഒന്ന് അപ്പർ ഡിവിഷൻ ക്ലർക്കും 2 ലോവർ ഡിവിഷൻ ക്ലർക്കും. ഈ തസ്തികകളിലേക്ക് അപ്ലൈ ചെയ്യുവാനായി വേണ്ട യോഗ്യത ഗ്രാജുവേഷനാണ്. ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ബോർഡിൽ നിന്നോ ഉള്ള ബിരുദമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ട ഏജ് ലിമിറ്റും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 22 വയസ്സ് ആയവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. അതേപോലെ ഉയർന്ന പ്രായപരിധി 26 വയസ്സെന്നും പറഞ്ഞിട്ടുണ്ട്. ശമ്പളം പറഞ്ഞിരിക്കുന്നത് ആനുവൽ ബേസ്ഡ് ആണ്. അതായത് വാർഷിക വരുമാനം 4.5 ലക്ഷം മുതൽ 6 ലക്ഷം വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെലക്ഷൻ നടത്തുന്ന രീതി എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ബേസ്ഡ് ആണ്. ഇൻ്റർവ്യൂവിൽ ഏറ്റവും മുകളിൽ വരുന്ന റാങ്കുകാരെയാണ് തിരഞ്ഞെടുക്കുക. നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇമെയിൽ അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ട ഇമെയിൽ ID എന്നത് RECRUIT അതായത് recruit2021@icai.in എന്ന അഡ്രസ്സാണ്. ഇനി മെയിൽ വഴിയാണ് ആപ്ലിക്കേഷൻ അയക്കുന്നതെങ്കിൽ ടു ദ അഡീഷണൽ ഡയറക്ടർ HR, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ, ICAI ഭവൻ, IP മാർഗ്, ന്യൂഡൽഹി 110002 എന്ന അഡ്രസ്സിലേക്കാണ്. 19/1/2022 മുമ്പായി, അന്നോ അതിനു മുമ്പോ ആയി ഈ പറഞ്ഞ ഓഫീസിലോ ഇമെയിൽ IDയിലോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലഭിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കുള്ള വേക്കൻസി UPPCL എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഉത്തർപ്രദേശ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കുള്ള വേക്കൻസിയാണ്. അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ വേക്കൻസിയാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതും ഒരു സർക്കാർ സ്ഥാപനമാണ്. ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിന് കീഴിലുള്ളതാണ്. 113 വേക്കൻസികളുണ്ട്. ലൊക്കേഷൻ ഉത്തർപ്രദേശിൽ എവിടെ വേണമെങ്കിൽ ആകാം. തസ്തിക AE എന്നുള്ളതാണ്, അതായത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. വെബ്സൈറ്റ് IDയും കൊടുത്തിട്ടുണ്ട്. www.upenergy.in എന്ന വെബ്സൈറ്റ് IDയാണ് കൊടുത്തിട്ടുള്ളത്. ഈ തസ്തിക 11/1/2022 മുതൽ പബ്ലിക്കിന് വിസിബിൾ ആകുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്നത് ജനുവരി അവസാനം, അതായത് 31/1/2022 ആണ്. ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഇനി പറയുന്ന പ്രകാരമാണ്.
ക്വാളിഫിക്കേഷൻ എന്നത് ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് ആണ്. അതായത് പ്രസ്തുത സബ്ജക്റ്റിൽ വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പല തസ്തികകളുണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള തസ്തികകൾ ഏതിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഡിഗ്രിയാണ് ആവശ്യമുള്ളത്. പ്രായപരിധിയും പറഞ്ഞിട്ടുണ്ട്. 21 വയസ്സ് മിനിമം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഉയർന്ന പ്രായപരിധി 40 വയസ്സുമാണ്. ശമ്പളം പറഞ്ഞിരിക്കുന്നത് 59,500 രൂപയാണ്. സെലക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സ്കില്ലിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് അപ്ലൈ ചെയ്യാനായി ഒരു ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ജനറൽ കാറ്റഗറിക്കും OBCക്കും 1180, അതായത് 1180 രൂപയാണ് ചാർജ്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബുകൾക്ക് 826 രൂപയും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 12 രൂപയുമാണ് ഫീസ്. യൂണിയൻ ടെറിട്ടറി അല്ലാത്ത ഉത്തർപ്രദേശിലുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാർക്ക് 1180 രൂപ തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. UPenergy.in എന്ന വെബ്സൈറ്റിൽ പോയാൽ ഇതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാവുന്നതാണ്. 31 ജനുവരി 2022 ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതായിട്ടുമുണ്ട്. ഇനി നമുക്കുള്ളത് TRD എന്ന ചുരുക്കപ്പേരിൽ അറിയുന്ന തിരുവള്ളുവർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ വേക്കൻസികളാണ്. ഓർഗനൈസേഷൻ തിരുവള്ളുവർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് തമിഴ്നാട് ഗവൺമെൻറ് ജോബ്. ടോട്ടൽ വേക്കൻസികളുള്ളത് 22. ലൊക്കേഷൻ തിരുവള്ളുവർ തന്നെയാണ്. തമിഴ്നാട്ടിലെ ഒരു ടൗണാണ് തിരുവള്ളുവർ. പോസ്റ്റ് വില്ലേജ് അസിസ്റ്റൻ്റ് എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓഫ്ലൈൻ ആയിട്ടാണ്, അതായത് നേരിട്ടാണ്. പക്ഷേ ഒഫീഷ്യൽ വെബ്സൈറ്റ് ID കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൽ കയറി നോക്കാവുന്നതാണ്. www.tiruvallur.nic.in എന്ന വെബ്സൈറ്റ് ID ആണ് കൊടുത്തിരിക്കുന്നത്. 3/1/2022 ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 20, 2022 ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 5ാം ക്ലാസ് പാസ്സായ ആളായിരിക്കണം ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന്. മിനിമം ഏജ് ലിമിറ്റ് ഉണ്ട്, 21 വയസ്സാണത്. മാക്സിമം ഏജ് ലിമിറ്റ് 35 വയസ്സുമാണ്. ശമ്പളം പറഞ്ഞിരിക്കുന്നത് 11,100 രൂപ മുതൽ 35,100 രൂപ വരെയാണ്. സെലക്ഷൻ ഇൻ്റർവ്യൂ ബേസ്ഡ് ആണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 20 ജനുവരി 2022. ഇനി നമുക്കുള്ള വേക്കൻസി NHPC എന്ന കമ്പനിയിലേതാണ്. അതായത് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ എന്ന ഹിമാചൽ പ്രദേശിലുള്ള കമ്പനിയുടെ വേക്കൻസികളാണ്. ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്. 66 വേക്കൻസിയാണ് ഉള്ളത്. സ്ഥലം ഹിമാചൽ പ്രദേശ് സംസ്ഥാനമാണ്. എവിടെ വേണമെങ്കിലാകാം. പോസ്റ്റിൻ്റെ പേര് അപ്രൻറ്റീസസ് എന്നുള്ളതാണ്. ഓൺലൈനായും ഓഫ്ലൈനായും അപേക്ഷിക്കാവുന്നതാണ്. ഈ കമ്പനിയുടെ വെബ്സൈറ്റ് ID എന്ന് പറയുന്നത് www.nhpcindia.com എന്നതാണ്. 6/1/2022 പരസ്യം ചെയ്തിട്ടുള്ളതാണ് ഈ വേക്കൻസികൾ. ഫെബ്രുവരി 5, 2022 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് എല്ലാ തസ്തികൾക്കുമുള്ളത് ITI പാസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിപ്ലോമയോ ഗ്രാജുവേഷനോ ഉള്ള ആളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് റെസ്പെക്റ്റീവായിട്ടുള്ള ഡിസിപ്ലിൻ, ഏത് തൊഴിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ വിഷയത്തിലുള്ള ഡിപ്ലോമയോ ITIയോ ഗ്രാജുവേഷനോ ആണ് ചോദിച്ചിരിക്കുന്നത്. 18 വയസ്സ് മിനിമം ആയിരിക്കണം എന്നും മാക്സിമം ഏജ് 30 വയസ്സായിരിക്കണമെന്നും പറയുന്നുണ്ട്. മാർക്കിനനുസരിച്ചാണ് സെലക്ഷൻ ചെയ്യുന്നത്. പരീക്ഷ നടത്തുമ്പോൾ കിട്ടുന്ന മാർക്കിനനുസരിച്ചാണ് ജോലി ലഭിക്കുന്നത്. നേരിട്ട് അപേക്ഷ അയക്കേണ്ടവർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ HR,
പാർവതി 2 HE പ്രോജക്റ്റ്, നഗ്വൈൻ, മണ്ഡി ഡിസ്ട്രിക്ട്, കുലു, ഹിമാചൽ പ്രദേശ്. പിൻകോഡ് 175-121 എന്ന അഡ്രസ്സിലാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നേരത്തെ പറഞ്ഞതുപോലെ ഫെബ്രുവരി 5, 2022. അടുത്ത വേക്കൻസി രാജസ്ഥാനിൽ നിന്നുള്ള ടീച്ചർമാർക്കുള്ള വേക്കൻസിയാണ്. എലമെൻ്ററി എഡ്യൂക്കേഷൻ രാജസ്ഥാൻ എന്ന സ്ഥാപനത്തിലേക്കാണ് വേക്കൻസി ഉള്ളത്. പ്രൈമറി ടീച്ചറിൻ്റെയും അപ്പർ പ്രൈമറി ടീച്ചേഴ്സിൻ്റെയുമാണ് വേക്കൻസി ഉള്ളത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ്, സെലക്ഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് ഇനി പറയുന്ന പ്രകാരമാണ്. ഓർഗനൈസേഷൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ രാജസ്ഥാൻ. ഇതൊരു രാജസ്ഥാൻ ഗവൺമെൻറ് സ്ഥാപനമാണ്. വേക്കൻസികൾ വളരെയധികമുണ്ട്. അതായത് 32,000 വേക്കൻസികളാണ് ഈ 2 ടീച്ചർമാരുടെ വേക്കൻസികളായിട്ടുള്ളത്. അതായത് 2 സെഗ്മെൻറ്റിലെ ടീച്ചർമാരുടെ വേക്കൻസികളായിട്ടുള്ളത്. രാജസ്ഥാനിൽ എവിടെ വേണമെങ്കിലും നിയമനമാകാം. പോസ്റ്റ് പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറി ടീച്ചർ എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യേണ്ടത് ജോലിക്കായി ഓൺലൈൻ വഴിയാണ്. വെബ്സൈറ്റിൻ്റെ പേര് www.education.rajasthan.gov.in എന്നുള്ളതാണ്. 10/1 മുതൽ ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി തുടങ്ങും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 9, 2022 ആയിരിക്കും. ഇനി നേരത്തെ പറഞ്ഞ 32,000 വേക്കൻസികൾ ഏതൊക്കെ സബ് കാറ്റഗറിയിലാണെന്ന് നോക്കാം. പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറി ടീച്ചർ ലെവൽ 1-ൽ 11,940 വേക്കൻസികളാണ് ഉള്ളത്. പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറി ടീച്ചർ ലെവൽ 1 TSP എന്ന കാറ്റഗറിയിൽ 3,560. നേരത്തെ പറഞ്ഞത് നോൺ TSP ആണ്. ഇനിയുള്ളത് പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറി ടീച്ചർ ലെവൽ 2 നോൺ TSP എന്ന കാറ്റഗറിയാണ്. അതിൽ 13,865 വേക്കൻസികളും പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറി ടീച്ചർ ലെവൽ 2 TSP എന്ന കാറ്റഗറിയിൽ 2,635 വേക്കൻസികളും കൂടെ ചേർത്താണ് നേരത്തെ പറഞ്ഞ 32,000 എന്ന നമ്പർ പറഞ്ഞിരുന്നത്. ഇനി ഇതിനു വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. 12ാം ക്ലാസ് പാസ്സായിരിക്കണം. ഡിപ്ലോമ, ഗ്രാജുവേഷൻ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ബോർഡിൽ നിന്നോ വേണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈമറി ടീച്ചറിനും അപ്പർ പ്രൈമറി ടീച്ചറിനും നോൺ TSPക്കും ലെവൽ 2-ലുള്ള TSP ടീച്ചറിനുമുള്ളത് BA, BSc, B.Ed അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. മിനിമം ഏജ് 18 വയസ്സും മാക്സിമം ഏജ് 40 വയസ്സുമാണ് പറഞ്ഞിരിക്കുന്നത്. സാലറി പാക്കേജ് പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ ശമ്പളം പറഞ്ഞിരിക്കുന്നത് 11,500 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് education.rajasthan.gov.in എന്ന വെബ്സൈറ്റിലും നോക്കാവുന്നതാണ്. ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ജനറൽ കാറ്റഗറിക്ക് 100 രൂപയും OBCക്ക് 70 രൂപയും SC/STക്ക് 60 രൂപയുമാണ്. ഇതിലൊന്നും പെടാത്ത ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പോലുള്ള മറ്റുള്ള വിഭാഗങ്ങൾക്ക് അപേക്ഷാ ഫീസ് ഇല്ല. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 9/2/2022